മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ അടി തുടങ്ങി. രണ്ടുപേരും ഭയങ്കര കളിയാണത് ഒരു തരം. അപ്പോൾ ആമിക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മിക്കുവിനും കുഴപ്പമില്ല. രണ്ടുപേരും ഇങ്ങനെ കുറേ കടിക്കും, കുറേ കളിക്കും. പിന്നെ മിക്കു കുറേ അവളെ നക്കി കൊടുക്കും കടിയൊക്കെ കഴിഞ്ഞിട്ട്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ വീഡിയോസ് ഞാൻ കുറേ ഈ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ലോങ് വീഡിയോ ഒന്ന് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ ഫുഡ് രാവിലെ തന്നെ ആമിക്ക് വിശന്നു. എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അടുക്കളയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഫുഡ് നേരത്തെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുഞ്ഞു എന്തിനാ ഇരിച്ചണേ? മാമൂനിരിക്കുക? മാമുണ്ണാനോ? കുട്ടിക്കന്നെ മാമു കൊടുക്കണതേ. ആമിക്ക് രാവിലെ നേരത്തെ കിട്ടണം. അതുവരെ ആമി അടുക്കളയിൽ വന്നിരിക്കും. എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടാൽ മതി, അപ്പോൾ ഓടി വരും. അതാണ് ആമി. മിക്കു പിന്നെ അങ്ങനെയൊന്നുമില്ല, അവനെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ ആമിക്ക് അത്രയും പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ആണെങ്കിൽ അതിൽ എല്ലൊന്നും ഇല്ലാതെ അത്രയും നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. മിക്കുവിന് പിന്നെ ഒരു അത്യാവശ്യം കടിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവന് കൊടുക്കാറുണ്ട്. നല്ല കൂർത്ത എല്ലുകളൊന്നും ഇട്ട് കൊടുക്കില്ല, ആ രീതിയിലാണ് കൊടുക്കുക. പക്ഷേ ആമി ഒരു കള്ളത്തരം പഠിച്ചിട്ടുണ്ട്. എന്താ മിക്കുവിന് ഇങ്ങനെ വേറെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടേ അവൾക്കതൊരു ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആമി ഇങ്ങനെ നോക്കിയിരിക്കും അവൻ്റെ ഫുഡ് എന്താ വേറെയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അവൾ കാത്തിരിക്കുക താഴെ. മിക്കു പുറത്താണ്, വന്നിട്ടില്ല. അവൾ വിളിച്ചാൽ വരും, ഓടി വരികയൊക്കെ ചെയ്യും. എന്നാലും അപ്പോൾ രണ്ടു പേർക്കുള്ള ഫുഡ് എടുക്കുകയാണ്. ആമി ക്ഷമയോടെ കാത്തിരിക്കുക. ഇതിനി കൊണ്ടുവച്ചാൽ ആമിക്ക് മിക്കുവിന് കൊടുത്ത പോലെ ഒരു പ്രശ്നമുണ്ട്. അവൾക്കും വായ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ അവൾക്ക് വരുന്നുണ്ട്. ഞാൻ അത് ശീലിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവൾക്ക് വെച്ച് കൊടുക്കുന്നത്. ആട് മാറി നമ്മൾ കഴിക്കില്ലേ, ഒന്ന് പുറകോക്കാം. ആമിയുണ്ടോ കഴിക്കണോ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വന്ന് ഒഴിഞ്ഞ് നിൽക്കും. ഇനിയിപ്പോൾ അവൾ മിക്കുവിന് കൊടുക്കാണ്ടിട്ട് മിക്കു പോയി. ഞാനാണ് എപ്പോഴും ഫുഡ് കൊടുക്കാറ്. ഇന്നിപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. ആമി മിക്കു എന്തോ സ്വകാര്യം പറയുകയാണേ. ആമിക്ക് മിക്കുവിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആമി ആ ഫുഡ് അവിടെ നിർത്തിയിട്ട് വന്നിട്ട് നിൽക്കും മിക്കുവിൻ്റെ അടുത്ത്, അവൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കഴിച്ചോ. അപ്പോൾ ആമി കഴിക്കാതെ മാറി നിൽക്കുകയാണേ, അവൾക്കത് വായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്കു ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൻ്റെ കഴിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇവള് കഴിക്കുമ്പോൾ മിക്കും വന്നിരിക്കും. അപ്പോൾ ആമിക്ക് ആമിയുടെ ഫുഡ് വേണ്ടോ അവിടെ. ഇനിയിപ്പോൾ അവളെ വായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കാത്തിരിക്കുന്നത്. ആമി ഭയങ്കര കള്ളത്തരായിരുന്നു ഇപ്പോൾ വായ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ മിക്കു കാട്ടാണ്ടിട്ട് ഇനി ഇവൾക്കും കൂടെ അത് ശീലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആമിക്ക് തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൾ എന്താ കാട്ടെന്നറിയാം, ആ ചോറൊന്ന് വെറുതെ ചിക്കി പരത്തിയിട്ട് അങ്ങനെ നിന്നിട്ട് അവൾ കൊണ്ട് നീച്ച് പോരും. കഴിക്കില്ലേ കുട്ടി. എന്നിട്ട് മിക്കുവിൻ്റെ ചോറിന് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഓരോ ഉരുള വായ കൊടുക്കും, അത് അവൾക്ക് ഇഷ്ടമാണ്. എന്തപ്പോൾ ഇങ്ങനെ കണ്ടോ വായ തുറക്കാൻ കൂട്ടാക്കണില്ലേ, കഴിക്കുകയൊക്കെ ചെയ്യും. അവളെ കള്ളത്തരാണത്, വേറെ ഒന്നുമല്ല. ആ മിക്കു വന്നിരിക്കുന്നത് ഇനി അവളുടെ ആ ഒരു ഉരുളയ്ക്ക് വേണ്ടിയിട്ടാണ്. മിക്കു ചിലപ്പോൾ വരും ഇവളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ വരില്ല. ഇപ്പോൾ അതാ വന്ന് നിൽക്കണു. അപ്പോൾ ആമിക്ക് അത് കുഴപ്പമൊന്നുമില്ല അവന് കൊടുക്കുമ്പോൾ. കണ്ടോ മിക്കു ഇവളെ കണ്ടാൽ ചിലപ്പോൾ വേഗമാണ് കഴിക്കൂ.
അവൾ ഈ ചോറ് ചിലപ്പോൾ കുറച്ച് അവിടെ ഇങ്ങനെ വെക്കുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി അവൾക്ക് കഴിക്കണം, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അവൾക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിങ്ങനെ വായി കൊടുക്കൊണ്ടേ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണത്. ഇതിപ്പോൾ ഇങ്ങനെ ശീലമായ ബുദ്ധിമുട്ടാവി, അവൾക്കും വായി കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ മിക്കുവിൻ്റെ ചോറ് അവിടെ വെച്ച് കൊടുത്താൽ അവനും നല്ല എന്നുള്ള രീതിയിൽ അവനവിടെ പോകും. അവന് വായിൽ കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ. രണ്ടുപേരും നല്ല കമ്പനിയാണ് ഇപ്പോൾ, കുഴപ്പമൊന്നുമില്ല. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാട്ടിയിട്ടും ആമിയാണ് അവനെ ദേഷ്യം പിടിപ്പിച്ച് നടക്കുക. മിക്കും അങ്ങനെ വരുമൊന്നുമില്ല കടിക്കാനും ഇതിനൊന്നും. പക്ഷെ അവൻ ഇവളോടൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ, ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ ക്ഷമിച്ച് പോവുകയാണ്, വേറെ ഒന്നുമല്ല. ഒരു ദിവസം ദേഷ്യം വന്നിട്ട് എന്തോ ഒന്ന് എടുത്ത് കടിക്കുമ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് അവൾക്ക്. മുറിയൊന്നും ആയില്ല, വെറുതെ ഒരു കൊത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഒരു പൈ എന്നുള്ള സൗണ്ട് കേട്ടു. അപ്പോൾ അതിന് ശേഷം ആമിക്ക് പേടിയപ്പോൾ ചില സമയങ്ങളിലൊക്കെ അവൻ്റെ ആ സൗണ്ട് മാറിക്കഴിഞ്ഞാൽ അവൾ വേഗം മാറി നിൽക്കും. അപ്പോൾ അവളുടെ ചോറിനലൊക്കെ കഴിഞ്ഞു. മതി, അതാ പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ കുറച്ച്. അവനൊരു ഉരുള കൊടുത്തളാ, അത് നോക്കിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മക്കളുടെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും